ഹായ് ഹലോ നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നവരും അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് ഇന്ന് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മൾ വീണ്ടും ഒരു യാത്ര തന്നെയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലുള്ള മണ്ണറശാല അമ്പലമല്ലേ, എല്ലാവർക്കും അറിയായിരിക്കും, അവിടോട്ടാണ് പോകുന്നത്. ഞങ്ങൾ പോയിട്ട് ഇപ്പോൾ 2-3 മാസം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നൊരമ്പലം കേട്ടോ, വലിയ ദൂരമൊന്നുമില്ലല്ലോ. ഞങ്ങൾ പോകുമ്പം മെയിൻ റോഡ് അല്ല, ചെങ്ങന്നൂർ ബുധനൂർ ആ റൂട്ടാണ്. അതിലാകുമ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലാതെ പോകാമല്ലോ. മെയിൻ റോഡിൽ ആകുമ്പം എനിക്കത് കുറച്ച് ദൂരം മെയിൻ റോഡിൽ പോകുമ്പോഴേ മാവേലിക്കര റൂട്ടാണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ ദൂരമുള്ള. ഇത് അത്രയും ദൂരം തോന്നുന്നില്ല, പെട്ടെന്ന് അങ്ങ് ചെല്ലുന്ന പോലെ തോന്നും. പിന്നെ നമ്മുടെ റോഡിൻ്റെ 2 സൈഡും കാണാനൊക്കെ നല്ല ഭംഗിയായിട്ട് പണി നടക്കുകയാണ് അവിടെ. അതായി മണ്ണൊക്കെ സൈഡിൽ കിടക്കുന്നത്. 2 സൈഡും കണ്ടു. മറ്റേ ആ ബിൽഡിങ് കാണുന്നത് വാട്ടർ അതോറിറ്റിയുടെ എന്തോ ഒരു സംഭവമാണേ. മറന്നുപോയി അത്. അന്നേരം ഓർത്തായിരുന്നു, മറന്നുപോയി ഇപ്പോൾ പറയാൻ നേരത്ത്. നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലായിരുന്നെങ്കിൽ അന്നദാനമൊക്കെ കയറി കഴിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. ഞങ്ങൾ പക്ഷേ പെട്ടെന്ന് പോകേണ്ടതുകൊണ്ട് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ടല്ലോ, അവിടെ അറിയാമല്ലോ, അവിടെ കയറി ഞങ്ങൾ പിന്നെ ദോശയും കടലക്കറിയും ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങളെന്നാൽ വീട്ടിലോട്ട് പോകുമെന്നുള്ള പരിപാടിയാണ്. വൈകിട്ടും വേറൊരു പരിപാടിയുണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുക്കാൻ വന്നപ്പോൾ അവിടെ കപ്പലണ്ടി കച്ചവടക്കാരൻ ചേട്ടൻ നിൽക്കുന്നത്. അവിടെ നിന്ന് കുറച്ച് കപ്പലണ്ടിയും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഗ്രീൻ പീസ് വറുത്തമുണ്ടല്ലോ, അതുമൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര വെയിലും ക്ഷീണമൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഞങ്ങൾ നേരെ വന്നത് നമ്മുടെ ചെങ്ങന്നൂർ സിനിമാസിലോട്ടാണ്. നമ്മുടെ മമ്മൂട്ടിയുടെയും മോഹൻലാലും ഒക്കെയുള്ള പേട്രിയറ്റ് സിനിമ റിലീസായല്ലോ, അത് കാണാമെന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ ഒരുവിധം നല്ല സിനിമകളൊക്കെ ഇറങ്ങുമ്പം ആ ആഴ്ച തന്നെ പോയി കാണാൻ ശ്രമിക്കും കേട്ടോ. ഇവിടെ അടുത്തുമില്ലേ ചെങ്ങന്നൂർ തിയേറ്റർ. അങ്ങനെ അടിപൊളി സിനിമയായിരുന്നു. 3 മണിക്കൂറാണ് സിനിമ. 2:10 ആയപ്പം കയറിയതാണ്. 5 മണിയൊക്കെ കഴിഞ്ഞ് സിനിമ കഴിഞ്ഞിറങ്ങിയപ്പം. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ വന്നൊരു ചായ കുടിക്കാൻ, വീട്ടിൽ ചെന്ന് ചായ ഇട്ട് കുടിക്കാനൊന്നുമുള്ളൊരു ശേഷിയില്ല. ചായ കുടിക്കാൻ വന്നത് നമ്മുടെ നീർവിളാകം ബാംഗ്ലൂർ റോഡ്, അവിടെ അറിയാലോ, നല്ല ഭംഗിയല്ലേ. അവിടെ 2 തട്ടുകടയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ ബ്രൂ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും ഒരു 6 മണി 6:30 ആയി.
പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്കും ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ആകെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ദോശ കഴിച്ചിട്ട് വന്ന വഴിയാണ്, പിന്നെ ആ ചായയും. അപ്പം ഒന്നും വെച്ച് കഴിക്കാനുള്ള ഒരാവതില്ലാത്തതുകൊണ്ട്, ഞാൻ പറഞ്ഞില്ലേ പനി എനിക്ക്, അപ്പോൾ ഒന്നും വെച്ച് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പൊതിച്ചോറ് ഓർഡർ ചെയ്ത് മേടിച്ചു. ഇവിടെ ചെങ്ങന്നൂന്ന് തോന്നുന്നു സ്വിഗ്ഗിയിൽ മേടിച്ച് അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും എൻ്റെ വീട്ടിലോട്ട് പോയി. അവിടെ എൻ്റെ ആങ്ങളയുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നേ. അപ്പോൾ അതിന് പോയി കുഞ്ഞിന് ഗിഫ്റ്റൊക്കെ കൊടുത്തു, കേക്കൊക്കെ മുറിച്ച് കഴിച്ചു. പോകാതിരിക്കാൻ പറ്റത്തില്ല, നമ്മുടെ കുഞ്ഞല്ലേ. അങ്ങനെ അവൻ്റെ സന്തോഷം കാണണ്ടേ നമുക്ക്. അങ്ങനെ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ പോയി. അവിടെ ചെന്ന് വൈകിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അവിടെ ബിരിയാണി ആയിരുന്നു കേട്ടോ. ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മളവിടെ കുറച്ച് നേരം നമ്മുടെ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ട്. അമ്മയുടെ ചേച്ചിയാണ് കേട്ടോ, കുറേ നാൾ കൂടി കണ്ട. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ